നെക്സ്റ്റ് അവർ ചാപ്റ്റർ ഈസ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. സോ കറണ്ട് ഒരു കണ്ടക്ടർ കൂടെ മൂവ് ചെയ്യുന്നപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ആ മൂവ് ചെയ്യുന്ന കറണ്ട് ചുറ്റാകെ വേറൊരു ഇഫക്റ്റ് ഉണ്ടാകും. അതാണ് മാഗ്നറ്റിക് എഫക്റ്റ്. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന ചാർജിന് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചാണ് അടുത്ത ചാപ്റ്റർ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം കുറച്ച് വൈഡ് കണ്ടൻറ്റ് കൂടുതലുള്ള ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് 5 മാർക്ക് സ്കോറാണ് ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടുക. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ചാപ്റ്ററിൽ നിന്ന് വരിക. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനെ നമുക്കിതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഡിവൈഡ് ചെയ്യാം. അതിൽ പ്രധാനമായും ഒരു 3 സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർമ്മിച്ച് അവരുടെ നിയമങ്ങൾ, അവരുടെ ലോസ് ആണ് പഠിച്ചു വയ്ക്കാനുണ്ട്. ലോറൻസ് ഫോഴ്സ്, ആംബിയസ് സർക്യൂട്ടൽ ലാ, ബയോട്ട് സാവാർട്സ് ലാ. ഇത് മൂന്നാണ് അതിൻ്റെ കീ പോയിൻറ്റ്സ്. ലോറൻസ് ഫോഴ്സ്, ആംബിയസ് സർക്യൂട്ടൽ ലാ, ബയോട്ട് സാവാർട്സ് ലാ. ലോറൻസ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇറ്റ് ഡീൽസ് വിത്ത് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ എ charge moving with a particular velocity v in a magnetic field of intensity b. b intensity ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ q കുളം ചാർജ് v വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് ഒരു എക്സ്പ്രഷൻ ലോറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ലോറൻസ് ഫോഴ്സ്. F is equal to QVB. ഇമ്പോർട്ടൻ്റ് ആണ്, Q into V cross B. ലോറൻസ് ഫോഴ്സ്. ദെൻ അത് കഴിഞ്ഞ് വന്ന് ആംബിയസ് സർക്യൂട്ടൽ ലാ, ബയോട്ട് സാവാർട്സ് ലാ. ആംബിയസ് സർക്യൂട്ടൽ ലായും ബയോട്ട് സാവാർട്സ് ലായും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്ന ബാക്കി പോർഷൻ. അപ്പോൾ ഇത് 3 ലോയും അതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ ആകുമ്പോൾ നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഫിനിഷ്ഡ്. അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഇമ്പോർട്ടൻ്റ് 2 ഡിവൈസ് പഠിക്കുന്നുണ്ട്. ഈ 3 ലോയും ഉപയോഗിക്കുന്ന 2 ഡിവൈസുകൾ ഞാൻ പറഞ്ഞു. സൈക്ലോട്രോൺ ആണ്, മൂവിങ് കോയിൽ, ഗാൽവനോമീറ്റർ. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ്. അതിൽ ആംബിയസ് സർക്യൂട്ടൽ ലാ പറയുന്നത് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ. ബി ഡോട്ട് ഇക്വേഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബിക്കോസ് ഇക്വേഷനാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇൻ കേസ് സ്റ്റേറ്റ്മെൻറ്റ് മറന്ന പോലെ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. അത് എഴുതി വെച്ചാൽ നമുക്ക് സ്കോർ കിട്ടും. B dot dl is equal to mu 0 into I. The line integral of magnetic field over a closed surface around a current carrying conductor എന്ന് പറയുന്നത് mu 0 times the current flowing through it ആയിരിക്കും. ഒരു കണ്ടക്ടറിൽ കൂടെ I കറണ്ട് പോയി കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് എറൗണ്ട് ആയിട്ട് നമ്മളൊരു ഇമാജിനറി ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്താൽ ആ സർഫസിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ ഈസ് ഗിവൺ ആസ് B dot dl is equal to mu 0 I. അത് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലാ. അടുത്ത ബയോട്ട് സാവാർട്സ് ലാ പറയുന്നത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ, ഇൻഫിനിറ്റ്ലി ലോങ് ആവാം അല്ലാണ്ടാവാം, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ കൂടെ ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഐ കറണ്ട് ഡ്യൂ ടു ദാറ്റ് സ്മോൾ കറണ്ട് ഐ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൗണ്ട് ദ കണ്ടക്ടർ. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡി ബി ഈസ് ഈക്വൽ ടു mu 0 by 4 pi ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അപ്പോൾ 3 ഇക്വേഷനായി ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ, ദെൻ ബയോട്ട് സാവാർട്സ് ലായുടെ ഇക്വേഷൻ, ആംബിയസ് സർക്യൂട്ടൽ ലായുടെ ഇക്വേഷൻ. ഇത് 3 ഇക്വേഷൻ. ദെൻ 2 ഡിവൈസ്, സൈക്ലോട്രോണും മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. സൈക്ലോട്രോൺ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ബിക്കോസ് സൈക്ലോട്രോൺ ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. അതിൽ 2 ഫീൽഡിൻ്റെ എഫക്റ്റ് വരും. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡി ഉണ്ട്. ആ ഡിക്കകത്തൂടി ഒരു ചാർജിനെ ആക്സിലറേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട വെലോസിറ്റിയിൽ ആക്സിലറേഷൻ ഔട്ട് ചെയ്തെടുക്കുന്ന ഡിവൈസാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ദെൻ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് വെച്ചാൽ വി നോ ഗാൽവനോമീറ്റർ. എന്താ ഗാൽവനോമീറ്ററിൻ്റെ യൂസ്? ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ടിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണമെന്ന് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഇത് രണ്ടുമാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസ്. ദെൻ ആംബിയസ് സർക്യൂട്ടൽ ലായുടെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് സോളിനോയിഡ് ആൻഡ് ടോറോയിഡ്. സോളിനോയിഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നമ്മളൊരു കോർ എടുക്കുക, അതിനകത്തൊരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡിവൈസാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡിൽ കൂടി വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ടേൺസ് ഇൻറ്റു എ മാഗ്നറ്റ്. And the polarity of the magnet, where is its north pole and where is its south pole, depends on the direction of flow of electric current. That magnetic field magnitude and its direction is obtained by using our ആംബിയസ് സർക്യൂട്ടൽ. അതുപോലെ ആ സോളിനോയിഡിന് നമ്മളൊരു സർക്കുലർ ഷേപ്പിലാക്കി ആ കോറിനെ നമ്മൾ സ്ട്രൈറ്റ് വെച്ചേക്കുന്ന സോളിനോയിഡ് എടുത്ത് റിംഗ് ആക്കി കഴിഞ്ഞാൽ അത് ടോറോയിഡായി. സോളിനോയിഡിൻ്റെയും ടോറോയിഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mu 0 NI. കോമൺ ഇക്വേഷനാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ച് അത് മാറും. ജനറൽ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു mu 0 n into I. mu 0 എന്ന് പറയുന്ന പെർമിയബിലിറ്റി. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 കണ്ട പോലെ മാഗ്നറ്റിസം വരുമ്പോൾ പെർമിയബിലിറ്റി mu 0 into n number of turns per unit length into I current flowing through it. So the magnetic field intensity B is equal to mu 0 NI ആണ്. സോളിനോയിഡിൻ്റെയും ടൊറോയിഡിൻ്റെയും ഇത്രയുമാണ് ആംബിയസ് സർക്യൂട്ടൽ ലായുടെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അടുത്ത് നമ്മൾ പോകുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിസം ആൻഡ്
മാറ്റർ, മൂവിങ് കോയിൽ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ മാഗ്നറ്റിസം നമ്മളെ നാച്ചുറൽ മാഗ്നറ്റിസത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാച്ചുറലി ഒപ്റ്റെയിൻ മാഗ്നറ്റും അതിൻ്റെ പ്രത്യേകതകളാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞാൽ. ഏകദേശം 4 മാർക്കിന് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ ടോട്ടൽ കണ്ടൻറ്റിൽ പല പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്തെ ഒരു സെക്ഷൻ നാച്ചുറൽ മാഗ്നറ്റ്. ആ നാച്ചുറൽ മാഗ്നറ്റിൻ്റെ പോൾസ്, പൊളാരിറ്റി, അതിൻ്റെ പ്രത്യേകതകൾ, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബി, എത്രത്തോളമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പഠിച്ച പോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പറഞ്ഞ് ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് നോർത്ത് പോൾ. നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ പോസിറ്റീവും നെഗറ്റീവും പഠിച്ച പോലെ ഇക്വലൻ്റ് ആയിട്ട് മാഗ്നറ്റ്സിൽ വരുന്നതാണ് അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, മാഗ്നറ്റിക് ഡൈപോൾ, ഡൈപോളിൻ്റെ ആക്സിയൽ ഫീൽഡ് പോയിന്റിലും ഇക്വറ്റോറിയൽ പോയിന്റിലും ഉള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇത്രയുമാണ് അതിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ദെൻ നമ്മുടെ നാച്ചുറൽ മാഗ്നറ്റ് അല്ലാതെ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എങ്ങനെ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ശരിക്കും നമ്മളിത് പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ് സോളിനോയിഡിൻ്റെ കൂടെ. അതിൻ്റെ കുറച്ചൊരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് സെക്ഷൻ ഇത്രയും വരുന്നുണ്ട്. സോ മാഗ്നറ്റിക് ഡൈപോൾ. എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്നും നോർത്തിലോട്ടാണ്. ആ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ആക്സിൽ പോയിന്റിലെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ബി ഈസ് ഈക്വൽ ടു μ0/4π × 2m/r³. അത് ദെൻ ഇക്വറ്റോറിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി μ0/4π m/r³. ആ കോൺസെപ്റ്റ്. ദെൻ ആ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് വിൽ ആക്ട് ആസ് എ മാഗ്നറ്റ് ഹാവിങ് ഡൈപോൾ എ ഫിക്സഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ആ സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പിന് പോൾ ഉണ്ടാവും. അതായത് മാഗ്നറ്റ് ആകുമ്പോൾ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും കാണുമല്ലോ. ആ പൊളാരിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. നമ്മളതിന് പണ്ട് പഠിച്ചിട്ടുണ്ട് 10th സ്റ്റാൻഡേർഡിലൊക്കെ. ക്ലോക്ക് ഫേസ് റൂൾ എന്ന് പറയും. അക്കോർഡിംഗ് ടു ക്ലോക്ക് ഫേസ് റൂൾ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൽ സൗത്ത് പോൾ എന്ന് പറയുന്നത് നമ്മളൊരു റിങ് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഫേസിൽ ക്ലോക്ക് വൈസിലാണെങ്കിൽ മറ്റേ ഫേസിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. സോ ക്ലോക്ക് വൈസ് പോകുന്ന ഫേസ് എന്ന് പറയുന്നത് സൗത്ത് പോളും ആൻറ്റി ക്ലോക്ക് വൈസ് പോകുന്ന ഫേസ് എന്ന് പറയുന്നത് നോർത്ത് പോളും ആയിരിക്കും. സോ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ കഴിഞ്ഞാൽ അടുത്ത പോർഷൻ വരുന്നതെന്ന് വെച്ചാൽ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റ്. അതായത് നമ്മുടെ എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഏതൊരു പൊസിഷനിലെയും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പറയണമെങ്കിൽ നമുക്ക് 3 ടേം വേണം. ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ അതിനെ ഡിപ്പ് എന്ന് പറയും. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓർ ഡിപ്പ്, ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി. ഈ 3 ടേം യൂസ് ചെയ്താണ് നമ്മൾ ഒരു പോയിന്റിലെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പറയുന്നത്. അതാണ് അടുത്തൊരു സെഷൻ വരുന്നത്. ഈ 3 ടേമും തമ്മിലുള്ള റിലേഷനുണ്ട്. അത് വെച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞ് ന്യൂമറിക്കൽസ്, വളരെ ചെറിയ, ഒരുപാട് മാർക്കിനൊന്നുമില്ല, ഒരു 2 മാർക്കിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ന്യൂമറിക്കൽസുമാണ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അത് കഴിഞ്ഞ് അടുത്ത വരുന്നത് സസെപ്റ്റബിലിറ്റി. അതായത് ഒരു മെറ്റീരിയലിനെ എത്രത്തോളം സസെപ്റ്റബിൾ ആവാൻ പറ്റും ഫീൽഡിന്. സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മുടെ ചുറ്റാകെയുള്ള മെറ്റീരിയൽസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക്. സസെപ്റ്റബിലിറ്റി കൈ. ഈ സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് നെഗറ്റീവ്, ചെറുതും നെഗറ്റീവ് വാല്യൂ ഉള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ദേ വിൽ ബി ഡയാമാഗ്നറ്റിക്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. സ്മോൾ പോസിറ്റീവ് ആണെങ്കിൽ ദേ വിൽ ബി പാരാമാഗ്നറ്റിക്. ദെൻ ലാർജ് പോസിറ്റീവ് ആണെങ്കിൽ ദേ വിൽ ബി ഫെറോമാഗ്നറ്റിക്. സോ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റിയാണ്. സസെപ്റ്റബിലിറ്റി അനുസരിച്ച് മെറ്റീരിയൽസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാരാമാഗ്നറ്റിക്, ഡയോമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക്. ദെൻ അതിൻ്റെ കൂടെ തന്നെ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇങ്ങനെ 3 ടേംസ് ഉണ്ട്. ഇത് 3 ടേംസിൻ്റെ ഡെഫിനിഷനും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. സോ സസെപ്റ്റബിലിറ്റി അനുസരിച്ച് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ ഈ 3 ടേം, അതിൻ്റെ ഡെഫിനിഷൻ കുറച്ച് തിയറിയാണ്, കുറച്ച് ഇക്വേഷൻ തിയറി വരുന്നൊരു പോർഷനാണ്. അതും കൂടെ ഓർത്ത് വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏകദേശം 4-5 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്.